നമസ്കാരം. SDPI എല്ലാ അർത്ഥത്തിലും പൂട്ടാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം. രാജ്യവിരുദ്ധ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പണം സ്വരൂപിച്ചെന്ന കേസിൽ രാജ്യവ്യാപകമായി SDPI ഓഫീസുകളിൽ ED റെയ്ഡ് നടക്കുന്നതിനിടെ കേസിൽ മറ്റൊരു വഴിത്തിരിവ് കൂടി ഉണ്ടായിരിക്കുന്നു. SDPI അക്കൗണ്ടിലേക്ക് വന്ന സംഭാവനകൾ സംശയം ജനിപ്പിക്കുന്നതെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിലയിരുത്തൽ വന്നിരിക്കുന്നു. റെയ്ഡുകൾക്ക് പിന്നാലെയാണ് വിശദാംശങ്ങൾ ആരാഞ്ഞ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ED കത്ത് നൽകിയത്. തിരഞ്ഞെടുപ്പ് ചെലവുകൾ, സംഭാവനകൾ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടാണ് കത്ത് നൽകിയിരിക്കുന്നത്. SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസി ഉൾപ്പെടെ 2 മുതിർന്ന നേതാക്കളെ അറസ്റ്റ് ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് കത്തയച്ചത്. മാത്രമല്ല, സംഭാവന നൽകിയവർക്ക് മുൻകൂർ പണമെത്തുകയും പിന്നീട് ഇതേ പണമെടുത്ത് സംഭാവന എന്ന പേരിൽ SDPI നേതാക്കൾക്ക് നൽകുന്ന രീതിയാണ് അവലംബിക്കുന്നതെന്നും ED വ്യക്തമാക്കുന്നു. മഹാരാഷ്ട്ര, ബംഗാൾ, ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ റെയ്ഡ് തുടരും. SDPI നിരോധനത്തിലേക്ക് കാര്യങ്ങൾ എത്താനും സാധ്യതയേറെയാണ്. SDPIക്ക് സംഭാവന എന്ന രീതിയിൽ വൻ തുക നൽകിയവർക്ക് തത്തുല്യമായ തുക പണമായി മുൻകൂട്ടി ലഭിച്ചിരുന്നതായി EDക്ക് സൂചനകൾ കിട്ടി. കള്ളപ്പണ ഇടപാടിന്റെ സ്വഭാവം സംഭാവനകൾക്കുണ്ടെന്നാണ് EDയുടെ വിലയിരുത്തൽ. ഹവാല ഇടപാടുകളിലൂടെ എത്തിയ കള്ളപ്പണം ഈ രീതിയിൽ വെളുപ്പിച്ചു. SDPIയിൽ നിന്ന് പണം ലഭിച്ചവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നതായി ED അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലടക്കം 10 സംസ്ഥാനങ്ങളിലെ SDPI കേന്ദ്രങ്ങളിൽ ED പരിശോധന നടത്തിയിരുന്നു. പരിശോധനയിൽ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച് തെളിവുകൾ ലഭിച്ചെന്നാണ് സൂചനകൾ. വഹിദുർ റഹ്മാൻ എന്നയാളെ കോയമ്പത്തൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ഇയാൾ ആയുധ പരിശീലനം നൽകിയിരുന്ന വ്യക്തിയെന്ന് ED കണ്ടെത്തി. അയാളുടെ അക്കൗണ്ടിലേക്ക് സംഭാവന എന്ന പേരിൽ എത്തിയ പണം പിന്നീട് SDPIക്ക് കൈമാറി. അനധികൃത പണമിടപാട് നടന്നെന്നും ED ആരോപിക്കുന്നു. PFI പല സ്ഥലങ്ങളിലും ആയുധ പരിശീലനം നടത്തിയതിന്റെ തെളിവുകളും കേന്ദ്ര ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട്. പാലക്കാട്, ഒറ്റപ്പാലത്തും കോട്ടയത്തും SDPI പ്രവർത്തകരുടെ വീടുകളിൽ ED റെയ്ഡ് നടന്നിരുന്നു. പാലക്കാട് ഒറ്റപ്പാലം പനമണ്ണ സ്വദേശിയുടെ വീട്ടിൽ പരിശോധന നടന്നിരുന്നു. SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസിയുടെ അറസ്റ്റിനെ തുടർന്നായിരുന്നു പരിശോധനകൾ. കോട്ടയത്ത് വാഴൂർ ചാമംപതാൽ SBT ജംഗ്ഷനിൽ മിച്ചഭൂമി കോളനിയിൽ നിഷാദ് നടക്കേമുറിയിലിന്റെ വീട്ടിലും ED എത്തി. നിരോധിച്ച PFIയുടെ ഡിവിഷണൽ സെക്രട്ടറിയായിരുന്നു നിഷാദ്. ഡൽഹിയിൽ നിന്നുള്ള ED സംഘമാണ് ഇവിടെ പരിശോധന നടത്തിയത്. SDPIയുടെ പ്രവർത്തനങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസി അതായത് NIA അന്വേഷിക്കുമെന്നും സൂചനകളുണ്ട്. നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് സമാനമായ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പാർട്ടിയായ SDPIയും നടത്തിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണിത്. PFIക്കെതിരെ ഡൽഹിയിലും കൊച്ചിയിലും ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്ത കേസുകളുമായി ബന്ധിപ്പിച്ചാകും SDPIയിലേക്കും അന്വേഷണം ഉണ്ടാവുക. 2020 ഡിസംബറിലും തുടർന്നും വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡുകളിൽ PFIയും SDPIയും തമ്മിലുള്ള ബന്ധം വ്യക്തമാകുന്ന രേഖകൾ പിടിച്ചെടുത്തിരുന്നു. SDPIയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ PFI പങ്ക് വഹിച്ചതായും കണ്ടെത്തി. PFIയെ നിരോധിക്കാൻ കാരണമായ ദേശവിരുദ്ധ ഭീകര പ്രവർത്തനം SDPI നേതാക്കൾക്കെതിരെയും ചുമത്താൻ കഴിയുമോ എന്ന് കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. കോഴിക്കോട്ടെ PFI ഓഫീസിൽ നിന്ന് ED പിടിച്ചെടുത്ത രേഖകളിൽ എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിക പ്രസ്ഥാനമാണ് SDPI എന്ന് വിവരിക്കുന്നുണ്ട്. ശാരീരികവും പ്രക്ഷോഭപരവും നിയമപരവും ആശയപരവുമായ പ്രതിരോധം തീർക്കുന്ന ജിഹാദാണ് ലക്ഷ്യമെന്നും പറയുന്നു. പാർട്ടിയും അനുബന്ധ സംഘടനകളും ലക്ഷ്യം കൈവരിക്കാനുള്ള വഴികളാണ്. പുറമെ സാമൂഹിക പ്രസ്ഥാനം എന്ന് പറയുമെങ്കിലും സംഘടന ഇസ്ലാമികമാണെന്നും രേഖയിൽ പറയുന്നു. PFI വിദേശത്ത് നിന്നുൾപ്പെടെ ശേഖരിച്ച പണം SDPI നേതാക്കൾക്കും ലഭിച്ചതായി ED കണ്ടെത്തിയിട്ടുണ്ട്. 4.07 കോടി PFI സംശയകരമായ ആവശ്യങ്ങൾക്കായി SDPIക്ക് കൈമാറിയിട്ടുണ്ടെന്നാണ് EDയുടെ കണ്ടെത്തൽ. നന്ദി.